അധികാരത്തിലേറും മുൻപ് കേട്ട ധാർമ്മിക പ്രസംഗങ്ങളൊക്കെ കാറ്റിൽ പറത്തി പൊതുഖജനാവിലെ പണം സ്വന്തം ആവശ്യത്തിനായി തല്ലിപ്പൊളിക്കുന്ന UDF സർക്കാരിന്റെ അഹങ്കാരത്തിന് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ സവാരി. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ സർക്കാരിന്റെ വാടക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി നടത്തിയത് ഒന്നല്ല രണ്ടു പറക്കലുകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് പൂർണ്ണമായും വ്യക്തിഗതമായ ആവശ്യത്തിനായി സർക്കാരിന്റെ കോടികളുടെ ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ദുരന്ത നിവാരണത്തിനും അവയവദാനത്തിനും എയർ ആംബുലൻസിനുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ഉപയോഗിച്ചപ്പോൾ ദൂർത്ത് എന്ന് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയ VD സതീശനും UDFുമാണ് ഇന്ന് അതേ ഹെലികോപ്റ്ററിനെ സ്വന്തം വീട്ടുകാര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തത്. ഓരോ പ്രളയ ദുരിതാശ്വാസത്തിനല്ല, ഒരു ഔദ്യോഗിക പരിപാടിക്കുമല്ല, തികച്ചും പേഴ്സണൽ ആവശ്യത്തിനാണ് തലസ്ഥാനത്ത് നിന്ന് കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി പറന്നത്. മോശം കാലാവസ്ഥ കാരണം ആദ്യ തവണ കൊച്ചിയിലിറങ്ങാൻ പറ്റാതെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 1:30 വീണ്ടും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിച്ചു. അങ്ങനെ ആകെ 4 തവണയാണ് ജനങ്ങളുടെ നികുതി പണം വായുവിൽ പറന്നുപോയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്ററിന്റെ പേരിൽ മാധ്യമ വിചാരണ നടത്തിയവർ ഇന്ന് മൗനവ്രതത്തിലാണ്. കോൺഗ്രസുകാരന് അടുപ്പിലുമാകാം എന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ നിലപാടെന്ന് ഇടതു നേതാക്കൾ ആഞ്ഞടിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പ്രൈം ടൈമിൽ അലറുമായിരുന്ന അവതാരങ്ങൾ ഇന്ന് സൈലന്റ് മോഡിലാണ്. അടുപ്പിലെ സുഗന്ധം വർണ്ണിക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു MP രാജേഷ് വിമർശിച്ചത്. V ശിവൻകുട്ടിയാകട്ടെ LDF കാലത്ത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ജീവൻ രക്ഷാ ദൗത്യങ്ങൾക്കും ഉപയോഗിച്ച സംവിധാനത്തെയാണ് UDF സ്വന്തം ആവശ്യത്തിന് ദുരുപയോഗം ചെയ്യുന്നതെന്നും തുറന്നടിച്ചു. 2026 മെയ് 18 ദൂർത്തിന്റെ പ്രതീകമായിരുന്ന ഹെലികോപ്റ്റർ എത്ര പെട്ടെന്നാണ് UDF വന്നപ്പോൾ കുടുംബസ്നേഹത്തിന്റെയും എളിമയുടെയും പ്രതീകമായി പരിണാമം പ്രാപിച്ചത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ മോഹൻദാസിന്റെ പ്രതികരണം. വിമർശനങ്ങൾ കടുക്കുമ്പോഴും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമാണ് എന്ന വിചിത്ര ന്യായീകരണവുമായി മന്ത്രി K മുരളീധരനും ട്രോളുകളല്ല രാഷ്ട്രീയ വിമർശനമാണ് വേണ്ടതെന്ന് വെല്ലുവിളിച്ച് VT ബൽറാമും രംഗത്തെത്തി. ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ ഖജനാവിന് നഷ്ടമാണെന്നും റോഡ് മാർഗം പോയാൽ സുരക്ഷാ ചെലവ് കൂടുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങളുടെ വാദം. എന്നാൽ പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനത്തെ സ്വന്തം ബന്ധുക്കളെ കാണാനുള്ള സ്വകാര്യ ടാക്സിയാക്കി മാറ്റിയ സതീശന്റെയും UDFന്റെയും ഈ ഇരട്ടത്താപ്പും ദൂർത്തും കേരള ജനതയ്ക്ക് സഹിക്കില്ല. ഒഴുക്കുന്നത് അവരുടെ വിയർപ്പിന്റെ പങ്കാണെന്ന് പൊതുജനത്തിന് നല്ലതുപോലെ ബോധ്യമുണ്ട്.